ഇതൊരു ബാലൻസാണ്. വചനവും വേണം, ആത്മാവും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത് ശരിക്കുള്ള സ്പിരിച്വാലിറ്റി ആവും. ദൈവവചനവും വേണം, പരിശുദ്ധാത്മാവും വേണം. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനെ മാത്രമേ ശ്രദ്ധിക്കൂ, എനിക്ക് ബൈബിളൊന്നും വായിക്കണ്ട. അയാൾ എൻഡപ്പ് ചെയ്യാൻ പോകുന്ന എന്തിലെന്നറിയാമോ? ഇമോഷണലിസത്തിലാണ്, വൈകാരികതയിലാണ്. അയാൾ തോന്നുന്നതെല്ലാം പറയാൻ തുടങ്ങും. പിന്നെ തോന്നുന്നത് പറയാതിരിക്കാൻ അയാളെ പിടിച്ചു കെട്ടുന്ന കയറാണ് വചനം. വചനത്തിന് വിരുദ്ധമായിട്ടൊന്നും പറയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ആത്മാവ് കയറിയിട്ട് ഓരോരുത്തർ വായി വരുന്നതെല്ലാം പറയും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഉറപ്പില്ലാത്തവർ എത്ര അഭിഷേകമുള്ളവരാണെങ്കിലും അവരുടെ പുറകെ പോകരുത്, നിങ്ങൾ വഴിതെറ്റും. ദൈവവചനത്തിൽ ഉറപ്പിക്കാത്തവര് എത്ര അഭിഷേകമുള്ളവരാണെങ്കിൽ അവരെന്തോ മരിച്ചവരെ ഉയർപ്പിച്ചാലും പോകരുത്, വഴിതെറ്റും. ബാലൻസ്, ദൈവവചനം, പരിശുദ്ധാത്മാഭിഷേകം. അതുകൊണ്ട് അനേക ആളുകൾ, കൂട്ടായ്മകൾ, അവിടെ ഒരു കൂട്ടായ്മ, ഇവിടെ ഒരു കൂട്ടായ്മ, അവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു, ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു, അവിടെ എണ്ണ വരുന്നു, അവിടെ. ഞാൻ ഒന്നിനെ വിധിക്കല്ല, വചനം അറിയാത്തവരെ സൂക്ഷിച്ചോണം, അത്രേ എനിക്കറിയാവൂ. അന്ത്യകാലത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രവചനങ്ങളിൽ ആവർത്തിക്കുന്ന വാക്ക്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ദൈവവചനം അറിയാത്തവരെയും പഠിക്കാത്തവരെയും സൂക്ഷിച്ചോണം, കാരണം അവർ വഴി തെറ്റിക്കും. എന്നാൽ ദൈവവചനം ശ്രദ്ധിച്ചിട്ടുള്ളവർ പറയും, വചനത്തിൽ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് വചനത്തിന് വിരുദ്ധമായത് ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവല്ല. വചനത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് മുട്ടിക്കാൻ പറ്റാത്തത് ഒന്നും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ ആത്മാവ്, വചനം. ഇനി പരിശുദ്ധാത്മാവില്ലാതെ വചനം മാത്രമായാലോ എന്നാ പറ്റുമെന്നറിയാമോ? നിങ്ങൾ ഇൻ്റലക്ച്വലിസത്തിൽ അവസാനിക്കും, ബുദ്ധി കൊണ്ട് എല്ലാം കാണും. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ട്, വിശ്വാസമില്ല ഒന്നിനും, എല്ലാം അറിയാം. ഇത് വേണേ ഒറിജിനൽ ഭാഷയെ വായിക്കും മൊത്തം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ, പക്ഷെ വിശ്വാസമില്ല. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസമില്ല. അപ്പൊ ഈ ബാലൻസ് എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ വചനവും വേണം, പരിശുദ്ധാത്മാവും വേണം. അതിനെന്തെന്നറിയാമോ? എളുപ്പവഴി. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എളുപ്പവഴി എന്തെന്നറിയാമോ? ഈ പുസ്തകം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, പരിശുദ്ധാത്മാവേ, വചനം ഞാൻ വായിക്കുകയാണ്, എന്നെ പ്രകാശിപ്പിക്കണമേ, എന്നെ നയിക്കണമേ. വചനം, പരിശുദ്ധാത്മാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഈ ബാലൻസ് സൂക്ഷിക്കണം.